Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. Miss Carter! Miss Carter! Hi, Khanna sir, ഇങ്ങനെ മറ്റൊരാൾക്ക് മധുരം കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. മിസ് കാർക്കർ, ഞാൻ നേരെ ചൊവ്വേ മധുരം തരാൻ വന്നതാ. പക്ഷെ ഈ ഹണിയെ പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോഴേക്കും ഞാൻ വന്ന വഴി വളഞ്ഞങ്ങ് പോയി. പക്ഷെ കന്ന സാറേ, എനിക്കൊരു ഒറ്റ ലഡ്ഡു പോലും കിട്ടിയിട്ടില്ല. പക്ഷെ കന്ന സാറേ, സാറെന്തിനാണ് മധുരം നൽകുന്നത്? എന്റെ വലിയൊരു പ്രോബ്ലത്തിന് ഇപ്പൊ സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു കുട്ടികളെ, താങ്ക് യു. ഇനി ലല്ലുപുരി മൊത്തം എന്റെ കീഴിലായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പോയി ജോയിൻ ചെയ്യണം. സാർ ലല്ലുപുരിയിലാണ് താമസിക്കാൻ പോകുന്നത്. എന്റെ ഹണി, ലല്ലുപുരിയിലേക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലല്ലുപുരിയിൽ തന്നെ താമസിക്കണ്ടേ? ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ? കിറ്റിയും കൂടെ വരുന്നുണ്ടോ? എന്റെ കാറിനടിച്ചിരിക്കുന്ന പുതിയ കളറാണ് യെല്ലോ. ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം കിറ്റി ഉണ്ടാവുമല്ലോ. മിസ് കാർക്കർ, താങ്കൾ ഇപ്പൊ എന്റെ കൂടെ വരൂ. വീട്ടിൽ ഒരുപാട് ലഡ്ഡു ഇരിപ്പുണ്ട്. ആ, തീർച്ചയായും. താങ്കളുടെ പ്രമോഷന്റെ ലഡ്ഡു ഞാൻ തീർച്ചയായിട്ടും കഴിക്കും. ബണ്ണി, നീ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? കൊച്ചലിയ വിഷമിക്കണ്ട. വലുതായി കഴിഞ്ഞ് നീ ജോലിക്ക് പോകുമ്പോ ഇതുപോലെ നിനക്കും പ്രൊമോഷൻ കിട്ടിക്കണം കൊച്ചലിയ. നിങ്ങൾ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. കന്നാ സാറിനൊപ്പം കിറ്റി അങ്ങ് പോകും. പിന്നെ നമുക്ക് കിറ്റിയെ കാണാൻ പോലും പറ്റില്ല. കൊച്ചലിയ, ഇപ്പൊ അല്പസ്വല്പം വിഷമം എനിക്കും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. സംശയമുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കന്നാ സാറില്ലാതെ കിറ്റി ഇവിടെ ഒരിക്കലും നിൽക്കില്ല. ഹണിയുടെ കൊച്ചളിയാ, അവൾ എന്തായാലും പോവല്ലോ. പക്ഷേ നമ്മൾ അവൾക്ക് വേണ്ടി ഒരു ഫെയർവെൽ പാർട്ടി എങ്കിലും കൊടുത്തു വിടണ്ടേ? സംശയമുണ്ടോ? ആ, അതെ. നമ്മൾ കൊടുക്കുന്ന ഈ പാർട്ടി ജീവിതത്തിൽ ഒരിക്കലും അവൾ മറക്കാൻ പാടില്ല. എന്റെ ബണ്ണി, പാർട്ടിയുടെ ഒരുക്കങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ വിഷമമുണ്ട്. കിറ്റി 2 ദിവസത്തിനകത്ത് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവും. നമ്മുടെ കിറ്റി ഇനി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ കൂട്ടുകാരെ. ലോങ് ഷോട്ടിൽ പോകും അവൾ. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ ടിക്കിയോടൊപ്പം വളരെ സങ്കടത്തിലാണ്. എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ ആരും കിറ്റിയുടെ മുമ്പിൽ വെച്ച് കരയരുത്. കരഞ്ഞാൽ അവൾക്കത് സങ്കടമാവും. സംശയമുണ്ടോ? വാവ് ബണി, വലിയ ഗ്രാൻഡ് പാർട്ടിയാണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 4 പേരും ചേർന്ന് ചെയ്തതാ. എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനെ കഴിഞ്ഞ് നല്ല ബെസ്റ്റ് അറേഞ്ച്മെന്റ് ചെയ്തേനെ. സണി, ഇതും ബെസ്റ്റ് അറേഞ്ച്മെന്റ് തന്നെയാ. ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കലാണല്ലോ, അതോ തിന്നാനും കുടിക്കാനും വല്ലത് കിട്ടുമോ ഇവിടെ? കിട്ടുമല്ലോ. കിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളെല്ലാരും. ഇനി നമുക്ക് ഏതായാലും പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, ഒരുപാട് ഗെയിംസും സർപ്രൈസുകളും ഒക്കെ ഉണ്ട്. സംശയമുണ്ടോ? കർത്താ, എല്ലാവരുടെ സുഹൃത്താ, ഇനി എന്താ കടിച്ചു നോക്കാൻ പോവുകയാണോ? പെട്ടെന്ന് തുടങ്ങിക്കോ. ഓക്കേ, നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവരവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് കാണിക്കേണ്ടതാണ്. അതിൽ കിട്ടിയുടെ ഓർമ്മകൾ ഉണ്ടോ നമുക്ക് നോക്കാം. നിന്റെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോകളൊക്കെ ഞാൻ ശേഖരിച്ചതാണ് കിറ്റി. സോ സ്വീറ്റ് സോർദാർ. എനിക്ക് അച്ഛനെ ഓർമ്മ വരുന്നു. അച്ഛൻ എന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇത് കിറ്റിയുടെ ആദ്യത്തെ ഫിലിം തൊട്ട് ഈ അടുത്തെടുത്ത എല്ലാ ഫിലിമുകളിലെയും ഷോർട്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാ.
വൗ ഹണി, നീ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നോ? Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. ഇത് എന്റെ കളക്ഷനാണ് കിട്ടി. ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലാവും നിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണെന്ന്. വേണ്ട സോദരേ, ഇത് കിറ്റിയുടെ പാർട്ടിയാണ്. ഇവനെ നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം. സംശയമുണ്ടോ? എല്ലാ പഴയ ഓർമ്മകള് എന്റെ കണ്ണ് നനയിച്ചു. എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങളെല്ലാവരും എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അടുത്ത ഗെയിം വളരെ രസകരമാണ്. ഞാൻ ഈ വീട്ടിൽ കുറെ ബോക്സുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും ബോക്സ് അന്വേഷിച്ചെടുക്കണം. ആരുടെ ബോക്സിലാണ് കിറ്റിയുടെ ഗിഫ്റ്റ് ഉള്ളതെന്ന് നോക്കാം. 1 2 3. എനിക്ക് കിട്ടി. നിങ്ങളിത് വെച്ചോളൂ, ഞാൻ വേറൊന്ന് നോക്കിയെടുത്തോളാം. നീ ഇവിടെ എന്ത് തപ്പി നോക്കുകടാ? ആ ഗിഫ്റ്റ് ഇരിക്കുന്ന ബോക്സ്. എടാ മരക്കരുത്, ബാത്റൂമിൽ ആരെങ്കിലും ഗിഫ്റ്റ് ഒളിപ്പിക്കുവോ? അവരേക്ക് പുറത്തേക്ക് പോടാ. ചേട്ടാ പെട്ടെന്നാവട്ടെ. അയ്യോ, ഞാനാ കണ്ടുപിടിച്ചത്. അല്ല ഭായ്, താൻ എന്താ പറഞ്ഞേ? ഞാനാ കണ്ടുപിടിച്ചത്. ചേട്ടന് വേണ്ടി ഞാനാ കണ്ടുപിടിച്ചത്. കട്ടിലെ താഴെ ഉണ്ടായിരുന്നു ബോക്സ്. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ആരാണോ സാധനം കണ്ടുപിടിക്കുന്നത് അത് അവർക്കുള്ളതാണെന്ന്. നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? ബോക്സ് ആണ്. ചിലപ്പോ ഇതിലുണ്ടാവും സർപ്രൈസ് ഗിഫ്റ്റ്. എടാ കഴുതേ, ബണ്ണി ഒളിപ്പിച്ചു വെച്ചിരുന്ന റെഡ് ബോക്സ് ഇല്ലേ, അതിനകത്താണ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നത്. കിറ്റി, നീ ഇനി ഓരോ ബോക്സുകളായിട്ട് തുറന്നു നോക്ക്. എന്ത് വൃത്തികെട്ട ഗിഫ്റ്റ് ആയത്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തേനെ. വിട്ട് കളയടാ, ഇന്ന് അവളുടെ ഫെയർവെൽ പാർട്ടിയാണ്. അവളുടെ മൂഡ് നമ്മൾ നശിപ്പിക്കണ്ട. കിറ്റി, നിനക്കിപ്പോ ഒരുപാട് സന്തോഷായില്ലേ? അതെ, എനിക്ക് ഒരുപാട് സന്തോഷായി. എന്റെ ഭായ് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? വാവ് സോർദാർ, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പോപ്പൻ, മ്യൂസിക്. DJ പോപ്പട്ട് റെഡിയാണ്. സംശയമുണ്ടോ? താങ്ക് യു സോ മച്ച്. ഈ ഫെയർവെൽ പാർട്ടി ഞാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങളും നിന്നെ ഒരിക്കലും മറക്കില്ല. നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാ. നിങ്ങളും എപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളെ കാണാൻ വരും.
ഓ എന്റെ പ്രിയപ്പെട്ട ഹണി ബണി, എനിക്ക് നന്നായിട്ട് അറിയാം ബെസ്റ്റ് ഫ്രണ്ട് പിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് എന്തുമാത്രം വിഷമമുണ്ടാകുമെന്ന്. ഓ കിറ്റി പോയതുകൊണ്ട് മാഡത്തിന് വിഷമായെന്നാ തോന്നുന്നേ. അല്ല, എനിക്കെന്റെ പഴയ കാലം ഓർമ്മ വരുന്നു. എന്റെ കുട്ടിക്കാലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ട്രാൻസ്ഫർ ആയി പോയ കാര്യം ഞാൻ ഓർത്തു പോയി. അയ്യോ ഗന്ന സാറേ, കൺട്രോൾ. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്, എന്നാലും ഞങ്ങൾ ഇങ്ങനെ കരയില്ല. എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് ഒരിക്കലും എന്റെ വിഷമം മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങളെ എല്ലാരും ദുഃഖിതരാക്കിയിട്ട് ഞങ്ങളുടെ കിറ്റി ഇവിടെ നിന്ന് ലല്ലുപുരിയിലേക്ക് പോവുകയാണ്. എന്റെ പിള്ളേരെ, ആരും ഇവിടുന്ന് ലല്ലുപുരിയിലേക്ക് പോകുന്നില്ല. അതെന്താണ്? സാറിന് പ്രൊമോഷൻ കിട്ടിയ സ്ഥലം മാറി വേറെ എങ്ങോട്ടെങ്കിലും ആണോ പോകുന്നത്? വോട്ടെണ്ണിയപ്പോൾ പലരും വെട്ടുനിലയിലാണ് പൊട്ടിയത്. പ്രൊമോഷൻ എനിക്കല്ല, ഗുരുന്ദർ ഖന്നയ്ക്കാണ് കിട്ടിയത്. ആ അടി കൈ. കറിക്ക് തേങ്ങ വാങ്ങാൻ നമ്മൾ ഇനി കടയിൽ പോണോ? എനിക്ക് പ്രൊമോഷൻ കിട്ടാത്തതിൽ നീ സന്തോഷിക്കുകയാണോ? ആ അപ്പൊ അത് പിന്നെ അതെ 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 അല്ല അല്ലല്ല അതെ അതെ അതെ. സന്തോഷം വരുന്നുണ്ടോ അതോ ഇല്ലെന്നാ ചോദിച്ചത്. പ്രൊമോഷൻ കിട്ടാത്തതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി കിട്ടുകയാണെങ്കിൽ ഈ നാട്ടിലെ ബാങ്കിലായിരിക്കും സാറിന് പ്രൊമോഷൻ കിട്ടുക. അത് ആലോചിക്കുമ്പോ നല്ല സന്തോഷം തോന്നുന്നു. അത് കൊള്ളാം. ഇക്കാര്യം ഞങ്ങൾ ആലോചിച്ചതേ ഇല്ല. ഖന്ന സാർ ഇനി ഈ സിറ്റിയിലെ സോണൽ മാനേജറാനുള്ള സാധ്യതയുണ്ട്. സംശയമുണ്ടോ? കുട്ടികളെ, ഈ കാര്യം ഞാനും ആലോചിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ഇതുപോലെ സീനിയർ പോസ്റ്റിലേക്ക് മാറും. ഇനി ഞാൻ പ്രൊമോട്ട് ആയിട്ട് ഇതുപോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോയില്ല അല്ലേ? അതെ അതെ, ഒരിക്കലും ഇല്ല. റേഷൻ കടയിൽ ഇപ്പോഴും കിട്ടുന്നത് നല്ല കല്ലുള്ള അരിയാണ്. മിസ് കാട്കർ, നിങ്ങൾ ചിന്തിച്ചത് വളരെ ശരിയാണ്. വളരെ ശരിയാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ താങ്കളുടെ ഈ കവിത കേട്ടിട്ട് ഹണിക്കും പണിക്കും ഒരുപാട് സന്തോഷമായി. സംശയമുണ്ടോ?